പ്രോഗ്രാമാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അർച്ചന ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ എല്ലാവർക്കും ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ സ്വാഗതം. സോ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അർച്ചനയെ സ്വാഗതം ചെയ്യും. അർച്ചന വെൽക്കം. താങ്ക് യു പാർവതി. സോ എൻ്റെ പേര് അർച്ചന, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എടുത്തത്. സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്നായിരുന്നു. BSW ആയിരുന്നു ചെയ്തത്. സോ അതിനുശേഷം ഞാൻ CUET ക്രാക്ക് ചെയ്തിട്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് MA സോഷ്യൽ വർക്കാണ് ചെയ്യുന്നത്. സോ ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പോകും. സ്ക്രീൻ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. വൈഫൈ അതും ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1922 ഇത് വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഇതില് 16 ഫാക്കൽറ്റീസ് ഉണ്ട്. ഫാക്കൽറ്റീസിന്റെ അണ്ടറിൽ 86 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതായത് നമ്മളെ നാട്ടിലെ സിസ്റ്റം അല്ല ഇവിടെ. ഇത് ഇപ്പൊ നമ്മളെ ഒരു കോളേജിൽ ബോത്ത് UG ആൻഡ് PG ഉണ്ടാവും. BSWയുടെ കൂടെ തന്നെ MSW ഉണ്ടാവും ഒരു കോളേജിൽ തന്നെ. സെന്റ് ജോസഫ്സ് കോളേജ് ഒക്കെ അങ്ങനെയായിരുന്നു. സോ ബട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കോളേജസിലല്ല ഈ PG ഉള്ളത്. അതായത് വേറെ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. അതൊരു ഐസൊലേറ്റഡ് പോലെയാണുള്ളത് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് പറയുന്നത് MA സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം. നമുക്ക് വേറെ കോളേജസ് ആയിട്ടോ മറ്റ് കുട്ടികളായിട്ട് വലിയ കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് MA ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, പിന്നെ PhD സ്കോളേഴ്സ്, ഫാക്കൽറ്റീസ് അവർ മാത്രമേ ഉള്ളൂ. ദെൻ ടോട്ടൽ 90 കോളേജസ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സ് കോളേജസ് മൊത്തം കൂടിയിട്ട് ഇത്ര പറയുന്നുണ്ട്. സോ ടോട്ടൽ പോപ്പുലേഷൻ 7 lakh സ്റ്റുഡൻസ് ആണുള്ളത്, ബോത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് അണ്ടർ ഗ്രാജുവേഷൻ കൂട്ടിയിട്ട്. പിന്നെ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് നോർത്ത് ക്യാമ്പസും ഉണ്ട്, സൗത്ത് ക്യാമ്പസ്. ഇപ്പം വെസ്റ്റും ഈസ്റ്റും തുടങ്ങാൻ പോകുന്നുണ്ട് എന്നത് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങളാ മാപ്പ് കാണിച്ചാൽ ഇത് എൻ്റയർ ഡൽഹിയ. ഈ പിങ്ക് ലൈൻ, യെല്ലോ ലൈൻ, റെഡ് ലൈൻ ഒക്കെ കാണിക്കുന്നത് മെട്രോ റൂട്ട്സ് ആണ്. സോ എവിടെ പോണെങ്കിലും നമുക്ക് മെട്രോ ആക്സസിബിൾ ആണ്. ഇതൊക്കെ ഓരോ കോളേജസിന്റെ പേരാ. ഖൽസ കോളേജ്, ഹിന്ദു കോളേജ്, സെന്റ് സ്റ്റീഫൻസ്, മിറാൻഡ കോളേജ് ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കോളേജാണ്, നമ്പർ 1 കോളേജ്. പക്ഷെ ഇവിടെയൊക്കെ UG മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ആക്ച്വലി ഉള്ളത് നോർത്ത് ക്യാമ്പസ് സൈഡിലാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. സോ ഇതാണ് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതിന്റെ അണ്ടറിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അണ്ടറിൽ ഒറ്റൊന്നേ ഉള്ളൂ. ഇതൊക്കെ അത്യാവശ്യം. ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഫാക്കൽറ്റി ഓഫ് സയൻസ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ആക്ച്വലി ഉള്ളത് ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിലാണ്. ഇതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ സിലബസും എല്ലാ കരിക്കുലം എൻ്റെ കാര്യങ്ങൾ വരും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പറ്റാണ് അക്കാഡമിക് കലണ്ടർ. അപ്പൊ നമ്മളെ ക്ലാസ് ആക്ച്വലി 2024 തുടങ്ങിയത്, അതായത് എൻ്റെ ജൂനിയേഴ്സിന് തുടങ്ങിയത് August 1 പിന്നെ നമുക്ക് മിഡ് സെം ബ്രേക്ക് വരുന്നത് 27 ഒക്ടോബർ. 1 വീക്ക് ഒക്കെ ലീവ് വരും മിഡ് സെം ബ്രേക്ക്. അതിനുശേഷം
എക്സാംസും കാര്യങ്ങളൊക്കെ തുടങ്ങും. പിന്നെ ക്ലാസ് തുടങ്ങും. തിയറി എക്സാംസ് വിന്റർ ബ്രേക്ക് ഉണ്ട് നമുക്ക്. ഇപ്പൊ ഞാൻ ആക്ച്വലി മിഡ് സെമിസ്റ്റർ ബ്രേക്കിന് നാട്ടിൽ വന്നിട്ടില്ല. നമുക്ക് 1 വീക്ക് ഒക്കെയാണ് ലീവ് കിട്ടുക. ഹോളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ വേറെ ഇതിൽ എത്ര ആൾക്കാർക്ക് സോഷ്യൽ വർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അതാവുമ്പം സോഷ്യൽ വർക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആരുമില്ലേ? ആരുമില്ലെന്ന് തോന്നുന്നു. ബട്ട് ഇത് ആക്ച്വലി എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കാഡമിക് കലണ്ടറാണ്. നെക്സ്റ്റ് സോ DUൽ അഡ്മിഷൻ പ്രൊസീജിയർ, CUT എക്സാം, ദെൻ CSAS പോർട്ടൽ ഉണ്ട്. അതായത് DUയുടെ മാത്രമായിട്ടുള്ള ഒരു പോർട്ടലാണ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം. ഈ പോർട്ടലിൽ നമ്മൾ ആദ്യം ചെന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് DUൽ അഡ്മിഷൻ കിട്ടൂല. ഈ പോർട്ടൽ ഇപ്പൊ തൽക്കാലം ഓപ്പൺ അല്ല, കാരണം CUT എക്സാം ഒന്നും ആയിട്ടില്ല. സോ ഇതില് OBC, UR, NCL ഇതിനൊക്കെ 250 rupees ആണ്. ബാക്കി SC, ST അവർക്കൊക്കെ 100 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ്. ഇതിപ്പോ ഓപ്പൺ അല്ല. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം CSAS പോർട്ടൽ നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പല ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് OBC ഒക്കെ ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഏപ്രിൽ 30-ന് ശേഷം ആക്കിയിട്ടുള്ളത് തന്നെ അപ്ലോഡ് ചെയ്യണം. അതായത് അവർക്കൊരു ടൈം ഉണ്ട്. ഇത്ര മാസത്തിന് ശേഷമുള്ളതായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. എക്സ്പയർ ആയതൊന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇതിന്റെ വെബ്സൈറ്റ് ആണ്, അത് നമുക്ക് നോക്കാം, ഗൂഗിൾ ചെയ്താൽ കിട്ടും. സോ നെക്സ്റ്റ് ഈസ് ഏതൊക്കെ സീറ്റ് കാറ്റഗറൈസേഷൻ, OBCക്കാർക്ക് ഇത്ര പെർസെന്റേജ്, ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അത് വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെർസെന്റേജ് എത്ര ഉണ്ടെന്ന് ഇടാഞ്ഞത്. പിന്നെ പല കോട്ടകളുണ്ട്. CWA കോട്ട എന്ന് പറയുന്നത് ചിൽഡ്രൻ വിഡോ ഓഫ് ആർംഡ് ഫോഴ്സസ്, അതായത് നമ്മളെ പാരന്റ്സ് ആരെങ്കിലും ആർമിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോട്ട കിട്ടും. വേറെ സൂപ്പർ ന്യൂമറസി കോട്ട ഉണ്ട്. അത് വെച്ചാൽ ഓർഫൺ ചൈൽഡിനൊക്കെ ഉണ്ട്, അതായത് കോട്ടയുണ്ട്. വേറെ ഫോറിൻ സ്റ്റുഡൻസ്. നെക്സ്റ്റ് വൺ പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെങ്കിൽ അവര് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ കിട്ടും. പിന്നെ മാർക്ക്, CUTന്റെ മാർക്ക് ബേസിലും ആണ് അവർ സീറ്റ് അലോക്കേറ്റ് ചെയ്യുക. പിന്നെ അതിലത്തെ ഫെസിലിറ്റി വെച്ചാൽ വൈഫൈ ഉണ്ട്, മെസ് ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്, പിന്നെ കോമൺ റൂം ഉണ്ട്, ലോണ്ടറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുന്ന വെച്ചാൽ ആദ്യം നമ്മൾ DUൽ ജോയിൻ ചെയ്തതിന് ശേഷം 2 വീക്സിന് ശേഷം മാത്രമായിരിക്കും അവര് ലിസ്റ്റ് പുറത്തുവിടുക. അതായത് എത്ര പേർക്ക് ഹോസ്റ്റൽ സൗകര്യം കിട്ടും ഇല്ല എന്നുള്ളത്. അതുവരെ നമ്മൾ പുറത്തെവിടെയെങ്കിലും നോക്കേണ്ടി വരും. പിന്നെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് 30,000 എത്രയോ അടക്കാനുണ്ട്. അതിനുശേഷം മെസ് ബില്ല് മാത്രം അടക്കണ്ടു. 3,000 to 4,000 അതിന്റെ ഇടയിൽ ആയിരിക്കും നമുക്ക് മെസ് വരിക. അതും വേരി ചെയ്യും. നെക്സ്റ്റ് ലൈബ്രറി ആൻഡ് റിസർച്ച് ഫെസിലിറ്റി. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും അവരുടേതായിട്ടുള്ള ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഡിജിറ്റൽ സോഴ്സ് കിട്ടും, ബുക്സും കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് 5 ലൈബ്രറി കാർഡ്സ് തരുന്നതായിരിക്കും. ആ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബുക്സ് ഒക്കെ എടുക്കാം. 2 വീക്സ് ആയിരിക്കും അതിന്റെ ടൈമിങ്. അതിനുള്ളിൽ റിട്ടേൺ ചെയ്യുക, ഇല്ലെങ്കിൽ ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർഡ് മിസ്സാക്കിയാൽ പെർ കാർഡ് 1,000 rupees നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാ. പിന്നെ വീക്കിലി 7 days ഒന്നും ഓപ്പൺ അല്ല. അത് ഞാൻ ആക്ച്വലി അവിടെ ഇറർ വന്നു ഇതാ. 7 days ഇല്ല. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓൺലി 6 days. സൺഡേ ഇല്ല. പിന്നെ സാറ്റർഡേ ഫുൾ ഡേ ഇല്ല, ഹാഫ് ഡേ ഓൺലി. പിന്നെ വേറെ ഒരു മെയിൻ
നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ 100% പ്ലേസ്മെന്റ്സ് ആണ്. അപ്പൊ താഴെ ഞാനൊരു ചെറിയൊരു ബോർഡിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓർഗനൈസേഷൻസ്. JSW സിമൻസ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. HCL, ഹെൽപ്പേജ് ഇന്ത്യ, സെൻഡം, മാനസ്, വേദാന്ത, ടാറ്റ പവർ, SOS ചിൽഡ്രൻ. വേറൊരു ബോർഡും കൂടി ഉണ്ട്. അത് എന്റെ ഫോണിൽ ഇല്ല ആക്ച്വലി. ഇത് മാത്രമേ ഉള്ളൂ. ഇതല്ലാണ്ട് വേറെയും കുറെ ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ടാറ്റ, റിലയൻസ്. ഇപ്പം ആക്ച്വലി ഒരു തേർഡ് സെമിസ്റ്റർ ഒരു ഡിസംബർ ഒക്കെ ആവുമ്പോൾ നമുക്ക് ആക്ച്വലി പ്ലേസ്മെന്റ് തുടങ്ങും. നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ പ്ലേസ്മെന്റ് സെൽ ഉണ്ട്. നമ്മൾ കുട്ടികൾ തന്നെയാണ് അതൊക്കെ നോക്കുക. അതായത് പ്ലേസ്മെന്റ് സെൽ ഇത്ര കുട്ടികളുണ്ടാവും, ഒരു 10-12 കുട്ടികളുണ്ടാവും. അവർ തന്നെ എല്ലാം നോക്കുക. അതായത് മെയിൽ അയക്കുക, ഓരോ ഏജൻസിനെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരിക. സോ ഈ ഓർഗനൈസേഷൻസ് ആദ്യം ഒരു പ്രീ പ്ലേസ്മെന്റ് ടോക്ക് നടത്തും. അതായത് ഓർഗനൈസേഷനെ കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് എന്താണ് നമ്മളെ ജോബ്, നമ്മളെ പൊസിഷൻ എന്തായിരിക്കും, എത്ര സാലറി പാക്കേജ് എത്രയാ, കോൺട്രാക്ട് ബേസ് ആണോ, ഏത് സ്ട്രീമാണ്, എല്ലാത്തിനെ കുറിച്ച് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഒരു പ്രീ പ്ലേസ്മെന്റ് ടോക്ക് ഈ കമ്പനീസ് വന്നെടുക്കും. അതിനുശേഷം അവരൊരു ഫോം തരും, ഗൂഗിൾ ഫോം. ആർക്കാണോ ഇൻട്രസ്റ്റ് അവർ ചെയ്യുക. പിന്നെ അതിനുശേഷമായിരിക്കും അവർ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുക. ചില ഓർഗനൈസേഷൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും. പിന്നെ ചില ഓർഗനൈസേഷൻ ഓൺലി ഇന്റർവ്യൂസ് മാത്രമായിരിക്കും. ചിലവര് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് JD പ്ലസ് ഇന്റർവ്യൂ. ചിലവര് അസൈൻമെന്റ്സ് തരും. അതായത് അസൈൻമെന്റ്സ് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ചിലവർക്ക് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ടോപ്പിക് തന്ന് അതിന്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഓരോ ഡിഫറെന്റ് ഓർഗനൈസേഷന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആയിരിക്കും. ആക്ച്വലി നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ 11 മീൻസ് എന്റെ ക്ലാസ്സിൽ 11 മലയാളീസ് ഉണ്ട്. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസും പിന്നെ ഫോറിൻ കുട്ടികളൊക്കെ ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, നേപ്പാൾ. എല്ലാവർക്കും പ്ലേസ്മെന്റ്സിന് ഇരിക്കുക. പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 70% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേസ്മെന്റ്സിന് ഇരിക്കാൻ പറ്റുള്ളൂ. വേറെ എനിക്കിപ്പം പ്ലേസ്മെന്റ് കിട്ടി റീസെന്റ്. എനിക്ക് ഞാൻ അസീം പ്രേംജി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ആലോചിച്ചിട്ട് അധികം പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ സാറ്റർഡേസിൽ സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് സെൻഡം ഫൗണ്ടേഷൻ. ഈ റിക്രൂട്ട്മെന്റ് ടേബിളിൽ സെൻഡം എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ കണ്ടോ? സോ അവർ തന്നെ നമുക്ക് വന്നിട്ട് സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സസ് എടുത്തു തരും. അതായത് നമ്മൾ ഇന്റർവ്യൂവിന് എങ്ങനെ അറ്റൻഡ് ചെയ്യുക, മോക്ക് ഇന്റർവ്യൂ ടെസ്റ്റ്, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. പിന്നെ വേറെ എക്സൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചില ഓർഗനൈസേഷൻസ് നമ്മളോട് ചോദിക്കും, അതായത് എക്സൽ ചെയ്യാൻ അറിയോ, പിന്നെ ടൈപ്പിംഗ്, നമ്മളെ സ്പീഡ്. പിന്നെ ചില ഓർഗനൈസേഷന് ഹിന്ദി അറിയണം. പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ സൗത്ത് സൈഡിൽ നിന്നും വരുന്നുണ്ട്, നോർത്ത് സൈഡിൽ നിന്നും വരുന്നുണ്ട് ഓർഗനൈസേഷൻസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്. ഞാൻ അന്ന് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടോക്ക് ഞാൻ ഇരുന്നായിരുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞായിരുന്നു, കർണാടക ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് റിക്രൂട്ടേഴ്സ് വരുന്നില്ല, അതായത് സൗത്ത് സ്റ്റുഡൻസിനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ കർണാടകയിൽ നിന്നും എവിടുന്നൊക്കെയോ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ചിലവർ കർണാടകയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. മലയാളീസ് ആണ് ആക്ച്വലി. അവര് ബാംഗ്ലൂരിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ നോർത്ത് സൈഡിലാണ് ഇപ്പൊ പ്ലേസ് ആയിട്ടുള്ളത്, ഉത്തരാഖണ്ഡ് ആ സൈഡിൽ. ദെൻ സ്കോളർഷിപ്സ് ആണ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്കീമാണ് ഈ FSS എന്ന് പറയുന്നത്. സോ അതില് നമ്മളെ ഇൻകം ഇത്ര ആനുവൽ ഇൻകം, നമ്മുടെ കുടുംബത്തിന്റെ ആനുവൽ ഇൻകം ഇത്ര കുറവാണെങ്കിൽ നമ്മൾ അടച്ച ഫീസ്, അതായത് നമുക്ക് അടക്കേണ്ട ഫീസ് ഇയർലി ഫീസാണ്. സെം വൈസ് ഫീ അല്ല അടക്കേണ്ടത്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കൊടുക്കുന്ന ഫീസ് 18,000 സംതിങ് ആണ്. സോ അതിൽ എനിക്ക് 10,000 എനിക്ക് റിട്ടേൺ കിട്ടിയായിരുന്നു. അത് പക്ഷെങ്കിൽ അതിന്റെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇൻകം ഇത്രയിൽ കുറവായിരിക്കണം.
അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്. പിന്നെ അലുമിനി സ്കോളർഷിപ്സ് ഉണ്ട്. അതായത് നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ ഓൾറെഡി പഠിച്ച് ഇറങ്ങിയ ആൾക്കാരുണ്ടാവല്ലോ, അവര് നമ്മൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഇന്റർവ്യൂവും, അതായത് ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ FSS എന്ന് പറഞ്ഞ സംഭവം ഏകദേശം എല്ലാവർക്കും കിട്ടുന്നതാണ്, അതായത് ക്രൈറ്റീരിയ ഒക്കെ പാസ്സാവും. നെക്സ്റ്റ് ട്രാവൽ ആൻഡ് അലോക്കേഷൻ. ബസ് സർവീസ് ഒക്കെ ഫ്രീ ആണ്, ഗേൾസ് ലേഡീസിന് അതൊക്കെ ഫ്രീ ആണ്. പിന്നെ മെട്രോ ഉണ്ട്, ഈ റിക്ഷാസ് ഒക്കെ ഉണ്ട്. ദെൻ പിന്നെ ബോയ്സിനാണെങ്കിൽ കാർഡ് എടുക്കാൻ പറ്റും. അതായത് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക് നമുക്കൊരു കാർഡിൽ റീചാർജ് ചെയ്തിട്ട് നമുക്ക് ആ കാർഡ് കാണിച്ചാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട് പോകാം, എവിടെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം ബസ്സിൽ. ബസ് ഫെസിലിറ്റീസ് എല്ലാ സ്ഥലത്തേക്കും ഉണ്ട്, പക്ഷെങ്കിൽ ലിമിറ്റഡ് നമ്പർ ആണ്, ഒരുപാട് ബസ് ഇല്ല. കുറെ നേരം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അടുത്ത ബസ് വരണമെങ്കിൽ. ദെൻ അക്കോമഡേഷൻ ഫെസിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഹോസ്റ്റൽ സൗകര്യം എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന്. പക്ഷെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്, ഫ്ലാറ്റ് എടുത്തിട്ട്, അതായത് ഷെയറിങ് 4 പേര് കൂടിയിട്ട് 15K 2 BHK നമുക്ക് 15K ആയിരുന്നു കിട്ടിയത്. സോ 15K 4 ആൾ കൂടി താമസിക്കുമ്പോൾ അത്രയും കുറഞ്ഞല്ലോ, 3000 സംതിങ്ങേ കൊടുക്കേണ്ടി വരുള്ളൂ. പിന്നെ സെൽഫ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ദെൻ PG ഫെസിലിറ്റീസ് ഉണ്ട്, അതായത് പെർ മന്ത് 9K 10K ആ ഒരു റേഞ്ചിലും, അതാകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ ഓഫ് ക്യാമ്പസ് ഹോസ്റ്റൽസ്, അതായത് MSF പൊളിറ്റിക്കൽ അങ്ങനത്തെ ചില ഹോസ്റ്റൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഇത്ര സമയത്തിനുള്ളിൽ കയറണം, പോകാൻ പാടില്ല, അങ്ങനെയെല്ലാം ഉണ്ട് റെസ്ട്രിക്ഷൻസ്. ഹോസ്റ്റലിന്റെ പ്രശ്നം അതാണ്. ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ദെൻ വെതർ കണ്ടീഷൻസ് അറിയാലോ, ഡൽഹിയിലത്തെ ക്ലൈമറ്റ് എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പിലും എക്സ്ട്രീം ആയിട്ടുള്ള സമ്മറിലും ആയിരിക്കും ഇവര് പരീക്ഷ കൊണ്ടുവെക്കുക, DU. സോ ഇനി വരാൻ പോകുന്ന പരീക്ഷ മെയ് മാസത്തിലാണ്, അപ്പൊ എക്സ്ട്രീം ചൂടായിരിക്കും. ആ ചൂടിലാണ് നമ്മൾ പോയിട്ട് എക്സാം എഴുതുക. അതൊരു നെഗറ്റീവ് ഫാക്ടർ ആണ്. പിന്നെ നമുക്ക് ചില സമയത്ത് എർത്ത് ഒക്കെ ഇങ്ങനെ അനുഭവപ്പെടും. ഇതിനിടക്ക് വന്ന എർത്ത് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിന്. ദെൻ ഫീ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയർലി ആണ് നടക്കുന്നത്, സെം വൈസ് അല്ല. ഇതിൽ FSS ഉണ്ടെങ്കിൽ നമുക്ക് 10,000 ബാക്കി കിട്ടും. ഓക്കെ, ഇത്രയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര പേർക്ക് DUൽ MSW ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ആരും റിപ്ലൈ തന്നില്ല. ഇവിടെ ഒരു കുട്ടി ഹാൻഡ് റൈസ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ആണോ? ആരായിരുന്നു? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ MSW കുറിച്ച് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചും പറയാൻ റെഡിയാണ്. പ്ലേസ്മെന്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അത് പറഞ്ഞുതരാം. ഫീൽഡ് വർക്കിനെ കുറിച്ചാണെങ്കിൽ അത് പറയാം. ആർക്കും ഇല്ലേ ഡൗട്ട്? എടാ അവിടുത്തെ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫീൽഡ് വർക്ക് ആക്ച്വലി കൺകറന്റ് ഫീൽഡ് വർക്ക്, അതായത് വീക്ക്ലി 2 ദിവസം നമ്മൾ പോകണം. അതായത് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഫീൽഡിന് പോകാൻ പറ്റില്ല, അതായത് ഏജൻസി നമ്മളെ ഫാക്കൽറ്റീസ് ആയിരിക്കും ചൂസ് ചെയ്യുക. എനിക്ക് കിട്ടിയത് ഒരു ശക്തിശാലിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ആണ്. അതൊരു 1.5 hour ട്രാവൽ ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോ അതിന്റെ ട്രാവൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ തന്നെ എടുക്കുക, നമ്മൾ തന്നെ ടേം പ്ലാൻ ഉണ്ടാക്കുക, നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് എല്ലാം ചെയ്യുക. പിന്നെ ചില ഓർഗനൈസേഷൻ ഇങ്ങോട്ടേക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ തരും, അതുപോലെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ഹാൻഡ് റിട്ടേൺ ഫീൽഡ് വർക്ക് റിപ്പോർട്ട്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു വർഷത്തേക്ക് നമ്മൾ ഒരു ഏജൻസിയിൽ പ്ലേസ്ഡ് ആയിരിക്കും. സെക്കൻഡ് ഇയർ ആവുമ്പോൾ നമ്മൾ വേറെ ഓർഗനൈസേഷനിൽ പ്ലേസ്ഡ് ആവും.
ചിലവര് കമ്മ്യൂണിറ്റിയിൽ പ്ലേസ്ഡ് ആവും, ചിലവര് എൻജിഒസ്, CSR സെറ്റിംഗിൽ, ചിലവര് കൗൺസിലിംഗ്, മെഡിക്കൽ സെറ്റിംഗ്, ഹോസ്പിറ്റൽസിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് വൈവാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പുറമെ ജാമ്യന്നൊക്കെ പുറമേ നിന്നുള്ള ഫാക്കൽറ്റീസ് വന്നിട്ടായിരിക്കും വൈവൊക്കെ എടുക്കുക. ആൻഡ് ദെൻ 3rd സെമിസ്റ്റർ എത്തുമ്പോൾ നമുക്ക് ബ്ലോക്ക് പ്ലേസ്മെന്റ് ഉണ്ടാവും. അതൊരു മാസം നമ്മൾ ബ്ലോക്ക് പ്ലേസ്മെന്റ് ചെയ്യണം. അത് നമുക്ക് ഏജൻസി സ്വന്തമായിട്ട് തീരുമാനിക്കാം. അതായത് അക്കാഡമിക് കലണ്ടറിൽ ഞാൻ കാണിച്ചായിരുന്നു ബ്രേക്ക്, സമ്മർ വെക്കേഷൻ. ആക്ച്വലി നമുക്ക് ഒരു മാസത്തെ സമ്മർ വെക്കേഷൻ ഇല്ല. ആ ടൈം നമ്മൾ പോയിട്ട് ബ്ലോക്ക് പ്ലേസ്മെന്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത ബ്ലോക്ക് പ്ലേസ്മെന്റ് ബീഹാറിലായിരുന്നു. വാഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് ഉണ്ട് യൂണിസെഫിന്റെ. അപ്പം ആ ഒരു പ്രൊജക്ടിന്റെ അണ്ടറിൽ ബീഹാറിലത്തെ ഗവൺമെന്റ് സ്കൂൾസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായത്. 1.5 മാസം ചെയ്തായിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അറിയാലോ ബീഹാറിലത്തെ അവസ്ഥ. വേറെ നമുക്ക് കോൺഫറൻസ് പേപ്പർ ഒക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മളെ ഫീൽഡ് വർക്ക് സെറ്റിംഗ് തന്നെ നമ്മളൊരു പേപ്പർ ചെയ്യുക, കൈൻഡ് ഓഫ് റിസർച്ച് പേപ്പർ. പിന്നെ അത് നമ്മൾ പ്രസന്റും ചെയ്യേണ്ടി വരും എല്ലാ ഫാക്കൽറ്റീസിന്റെ മുന്നിൽ. പ്രസന്റേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദെൻ നമുക്കൊരു ക്യാമ്പ് ഉണ്ട്, 5 days ക്യാമ്പ്. 5 days ക്യാമ്പ് രാജസ്ഥാനിലായിരുന്നു, റൂറൽ ഏരിയാസിൽ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം 110 സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ 2 സെക്ഷൻസ് ആയിട്ടാണ് ക്ലാസ് ഒക്കെ എടുക്കുക. അപ്പം ഈ ക്യാമ്പ് വരുമ്പോഴും നമ്മൾ 2 ഓർഗനൈസേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലായിരുന്നു. കുറെ ആൾക്കാര് സ്റ്റുഡൻസ് ഇല്ലോണ്ട് അങ്ങനത്തെ ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ ഒരു കാര്യം പറയാൻ പറ്റോ, 75% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ അവര് വിടൂല. പ്ലേസ്മെന്റിനും ഇരിക്കാൻ വിടത്തില്ല. നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 AM to 4 PM ആണ് ക്ലാസ്. ഈവൻ സാറ്റർഡേ പോലും ക്ലാസ് ഉണ്ട്. സാറ്റർഡേ ആണ് സ്കിൽ ലാബ്. അർച്ചന കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. അർച്ചന, എന്റെ പേര് ശ്യാം എന്നാണ്. ഞാൻ ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി PhD ചെയ്യുന്നു. അർച്ചന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് ഇവിടുന്ന് ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലല്ലേ UG ചെയ്തത്? അതെ. അപ്പൊ അവിടുന്ന് ഡൽഹി പോലെ ഒരു സിറ്റിയിലേക്ക് പോകുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റിയാണ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ ഡൽഹിന്റെ ഒരു ഏരിയ മൊത്തം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളാണ്. നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ അങ്ങനെ. അപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക? അപ്പൊ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അവിടെ പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കുള്ള എക്സ്പോഷർ, പുതിയ സ്ഥലങ്ങള്, പുതിയ കൾച്ചർ, അതിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് പറയാമോ? നമ്മളെ അക്കാഡമിൻ്റെത് അല്ലാണ്ട് പുറമെ നമ്മൾ വെച്ച് നോക്കുമ്പോ നമ്മളെ ലൈഫ് തന്നെ മൊത്തം മാറും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഞാൻ എന്റെ UG ഒക്കെ ഡേ സ്കോളർ ആയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി ഇത്രയും ദൂരം മാറി നിൽക്കുമ്പോ അത് ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവായ എനിക്ക് പറയാനില്ലത്. ആദ്യം തന്നെ ഒരു കൈൻഡ് ഓഫ് ഐസൊലേറ്റഡ് പോലെ ആയിരിക്കും. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നും അടുത്തില്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആവും. ഒരു അസുഖമൊക്കെ വന്നാല് വല്ലാണ്ട് ഒറ്റപ്പെട്ട ഒരു ഫീൽ ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായത്. പിന്നെ നമ്മൾ ഗ്രാജുവലി ജീവിക്കാൻ ഇങ്ങനെ പഠിച്ചു. ഞാൻ ഇപ്പൊ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പം എന്റെ ഫുഡ് ഞാൻ തന്നെ നോക്കണം, ഞാൻ തന്നെ പുറത്തു പോകണം, ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ടൈം 9 to 4 PM ആണ്. അപ്പൊ അതിനുശേഷം റൂമിൽ വന്ന് റൂം ക്ലീൻ ചെയ്യുക, കുക്ക് ചെയ്യുക, ഗ്രോസറീസ് വാങ്ങാൻ പോവുക, മണി മാനേജ്മെന്റ്, ആ ഒരു കാര്യം ഞാൻ പഠിച്ച് ഇവിടെ വന്നതിന് ശേഷം. പിന്നെ വേറെ ഇവിടുത്തെ ട്രാഫിക് റൂൾസ് ഒക്കെ ഭയങ്കര മോശമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലെല്ലാം ഹെൽമെറ്റ് ഒക്കെ വെക്കുക ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ച് നടന്നോളാം, ഇല്ലെങ്കിൽ നമ്മളെ വണ്ടി കൊണ്ടുപോകും. കുറെ കള്ളന്മാരും എന്റെ ഫോണൊക്കെ പോയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. ഏത് വഴിക്കാ കള്ളം വന്ന് നമ്മളെ ഫോൺ അടിച്ചോണ്ട് പോവാന്ന് പറയാൻ പറ്റൂല. പിന്നെ എല്ലാം ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇവിടുത്തെ. ഇപ്പൊ ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഭയങ്കര ചീപ്പാണ്. ഇപ്പൊ ഡ്രസ്സും സരോജിനി മാർക്കറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പം ഡ്രസ്സൊക്കെ നമുക്ക് ചെറിയ
പൈസക്കൊക്കെ കിട്ടും. പിന്നെ നമ്മള് പെട്ടെന്ന് തന്നെ ഒരു ബാഡ് ഹാബിറ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ഹബ്ബ് പോലെയാ. ഒരു മിനി കേരളം തന്നെ പറയാം. അവിടെ വളരെ ആക്സസിബിൾ ആണ് പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടും. നമ്മള് കൺട്രോളൊക്കെ വെച്ചാൽ നമ്മൾ അതിനൊക്കെ മാറി നിൽക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല എനിക്ക് ബീഹാർ പോയിട്ട് ബ്ലോക്ക് പ്ലേസ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ബീഹാർ പോകുമ്പോൾ അടുത്ത അവസ്ഥ വളരെ കഷ്ടം. ഇപ്പം ഞാൻ കേരളത്തില് നല്ല സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്ന് അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്കൂളിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിരുന്നു. ഒരു ഗേൾസ് സ്കൂളിൽ മെയിൻ ആയിട്ട് വേണ്ടുന്ന കാര്യം ഒരു ടോയ്ലറ്റ് ആണ്. ആ ടോയ്ലറ്റ് പോലും നേരാവണില്ല അവിടെ. അങ്ങനെയായിരുന്നു അവസ്ഥ. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സില്ല. കുറേ ടൈം ഒരു 2-3 മണിക്കൂറൊക്കെ കാത്തുനിന്നാൽ മാത്രമേ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടൂ. വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലായിരുന്നു പോയിട്ടുണ്ടായത്. പിന്നെ ഡൽഹി സ്ലംസിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സ്ലം ഏരിയാസ്. നമ്മളൊക്കെ ഇങ്ങനെ അവരെ ലൈഫും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇങ്ങനെ മനസ്സിലാവും നമ്മളൊക്കെ എത്രത്തോളം സന്തുഷ്ടരാണ്. നല്ല രീതിയിലൊക്കെ താമസിക്കുന്ന ഏത് മൂലയിൽ നോക്കിയാലും ഏതൊരു ബിൽഡിങ്ങും ഭയങ്കര അർബനൈസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിലും അതിന്റെ താഴെ ഉണ്ടാവും ഒരു സ്ലം ഏരിയ. കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പം മലയാളീസ് ഇപ്പം കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. എന്റെ സീനിയേഴ്സ് ആകെ 4 മലയാളീസേ ഉണ്ടായിരുന്നു. അവര് CUT വഴി അല്ലായിരുന്നു വന്നത്. CUT വന്നതിന് ശേഷം മലയാളീസിന്റെ എണ്ണം കൂടി വരാ. എന്റെ ജൂനിയേഴ്സിന് ഇപ്പൊ 70 മലയാളീസ് ഉണ്ട്. പ്ലേസ്മെന്റ് മലയാളീസിനും കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്കാണിപ്പോ നോർത്ത് സൈഡിൽ അസീം റേഞ്ചിൽ കിട്ടിയത്. ബാക്കിയുള്ള 2-3 കുട്ടികൾക്ക് ബാംഗ്ലൂരാണ് കിട്ടിയത്. മാജിക് ബസ് ഫൗണ്ടേഷൻ, തുമ്പക്തു, ഇക്യുബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. പാക്കേജ് ഓക്കെ. ഇതിന്റെ മെയിൻ വേറൊരു പോയിന്റ് പറയുന്നത് 35 ആണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് കേട്ടോ. പാക്കേജ് സാലറി പാക്കേജ്. അതിൽ കുറവില്ല ഓർഗനൈസേഷൻ ഒന്നും വരാറില്ല ഡിപ്പാർട്ട്മെന്റിൽ. വേറെ എന്തെങ്കിലും വാല്യൂ ആഡഡ് പോലുള്ള കോഴ്സുകൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഡിപ്പാർട്ട്മെന്റ്? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സൈഡായിട്ട് വല്ല ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാല് അത് നടക്കൂല. കാരണം നമ്മളെ ഷെഡ്യൂൾ ഇങ്ങനെയാ. 2 ദിവസം നമ്മൾ ഫീൽഡ് അതായത് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് നമ്മൾ മൺഡേ സബ്മിറ്റ് ചെയ്യുക, ഹാൻഡ് റിട്ടേൺ. പിന്നെ സാറ്റർഡേ പോലും ക്ലാസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു ടൈറ്റ് ആണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് ടൈമിന് ചെയ്താൽ കുഴപ്പമില്ലാതെ പോവാം. പിന്നെ ബ്ലോക്ക് പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ചില കുട്ടികളൊക്കെ മിനിസ്ട്രീസിന്റെ അണ്ടറിലൊക്കെ ബ്ലോക്ക് പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് തേടി പോവുക. ഞാനിപ്പോ ബീഹാറിൽ ബ്ലോക്ക് പ്ലേസ്മെന്റ് ചെയ്തത് എനിക്കൊരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം എന്റെ റിക്രൂട്ടർ വന്നപ്പോ അതായത് ഞാനിപ്പോ പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിലെ റിക്രൂട്ടർ ചോദിച്ചപ്പോ എനിക്ക് പറയാനുണ്ടായിരുന്നു ഞാൻ നോർത്ത് സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഇംപ്രസ്ഡ് ആയി. പിന്നെ നമ്മൾ കുറച്ച് ഹിന്ദി ഒക്കെ സംസാരിച്ചാൽ അവർ കൂടുതൽ ഇംപ്രസ്ഡ് ആവും. ഹിന്ദി അത് നിങ്ങൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഒരു സെക്കൻഡ് സെമ്മൽ ആവുമ്പോ ഏകദേശം നമ്മൾ ഹിന്ദിയൊക്കെ ഒന്ന് ലെവലായി വരും. ഹിന്ദി അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ വിടുന്നത് അങ്ങനത്തെ കമ്മ്യൂണിറ്റീസിലും അങ്ങനത്തെ ഏരിയാസിലായിരിക്കും. ഹിന്ദി പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ എന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമ്മിൽ ഞാനൊരു കമ്മ്യൂണിറ്റിയിലായിരുന്നു പ്ലേസ്ഡ് ആയിട്ടുണ്ടായത്. സോ അവിടെ പോകുമ്പോൾ ഒബ്വിയസ്ലി ഹിന്ദിയാണ് സംസാരിക്കേണ്ടത്. അപ്പൊ എന്റെ കോവർക്കർ ഒരു ബീഹാറി കുട്ടിയായിരുന്നു, ആയിരുന്നു. സോ കോവർക്കർ അടുത്തുനിന്ന് തന്നെ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് സംസാരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അധികം ഹിന്ദിയിലായിരുന്നു ടോക്ക് ചെയ്യുക. അതാവുമ്പോ എന്റെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അവരെടുക്കുന്ന ഹെൽപ്പ് ചോദിക്കാം. പിന്നെ കൂടുതലും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് വന്ന കുട്ടികളല്ല. കൂടുതൽ ആൾക്കാരും ഈ 5 വർഷത്തെ ലോ ഒക്കെ കഴിഞ്ഞ് വന്നവരുണ്ട്. പിന്നെ
ജോബ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. 40 ഏജിന് എബോവ് ഉള്ള ആൾക്കാരൊക്കെ എന്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പിന്നെ എല്ലാവരും ഒന്നും പ്ലേസ്മെന്റ്സിന് ഇരിക്കില്ല. ചിലവരൊക്കെ ഓൺ എൻജിഒ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോവും. പ്ലേസ്മെന്റ് ഒന്നും ഇരിക്കാണ്ട് ചിലവര് റിസർച്ച് ഫീൽഡിലേക്ക് പോകും. നെറ്റ് എഴുതി JRF അതൊക്കെ എയിം ചെയ്ത് നിക്കുന്നത്. പിന്നെ ചിലവര് സിവിൽ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് കുറേ കണക്ഷൻസ് കിട്ടും പല സ്റ്റേറ്റിൽ നിന്നും. ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഹരിയാന ഗായ്. സോ ഞാനൊരു പ്രാവശ്യം ദിവാലിയുടെ ടൈം ഹരിയാനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവന്റെ വീട്ടില്. അങ്ങനെ കുറെ കണക്ഷൻസ് കിട്ടും. ഡൽഹിന്ന് നമുക്ക് കുറെ സ്ഥലത്തേക്ക് ട്രിപ്പ് ഒക്കെ പോവാം. പക്ഷെ ഈ അറ്റൻഡൻസ് ഇഷ്യൂലോണ്ട് മാത്രം ചെറുങ്ങനെ ബാക്കൗട്ട് അടിച്ചിട്ടുണ്ട് നമ്മള്. പക്ഷെങ്കിൽ UGക്കാരെ കാര്യത്തിൽ ഇങ്ങനെയല്ല കേട്ടോ. അവർക്ക് അറ്റൻഡൻസ് ഇഷ്യൂ അല്ല. കോളേജിലേ പോവാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോയി നടക്കുക. UGക്കാർക്ക് അറ്റൻഡൻസ് ഇഷ്യൂ ഇല്ല. PG മാത്രം ഇങ്ങനെ. ഡൽഹി ലൈഫ് കൊള്ളാം. പല കൺസേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പല സിംഗേഴ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. എന്റെ എക്സ്പീരിയൻസ് ഞാൻ ശ്രീനാഥ് ബാസിയുടെ കൺസേർട്ട് ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട്, ടിക്കറ്റ് ഒന്നും വേണ്ട. അത് നമ്മള് കുട്ടികളെ അവർ വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് വോളണ്ടിയർ ആയിട്ട് പോകും. നമുക്ക് ഷോവും കാണാം. പിന്നെ ISL പോലത്തെ മത്സരം എല്ലാം കാണാൻ പോവാനൊരു ചാൻസ് ഉണ്ടായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. അത് ഫാൻ ബേസ് ആയിട്ട് പോയിട്ട് കയറാൻ വേണ്ടി പറ്റും. അതിനും ടിക്കറ്റിന് പൈസ ഒന്നും ഉണ്ടായില്ല, ഫ്രീ ആയിരുന്നു. എൻജോയ് ചെയ്യാനും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് സ്ട്രെസ്സും കുറച്ച് ഉണ്ട്. എല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. എടാ സ്കോളർഷിപ്പിനെ പറ്റി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ടേ. പറയൂന്ന് പറഞ്ഞു. സ്കോളർഷിപ്പോ ഏത് FSS ആണോ ഞാൻ നേരത്തെ പറഞ്ഞത്? ഫിനാൻസ് സപ്പോർട്ട് സ്കീം. അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി അതിനെ പറ്റി പറയൂന്ന് ചോദിച്ചു. ഓക്കെ. അത് ഫിനാൻസ് FSS എന്ന് പറയുന്നത് ടോട്ടൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ളത്. അത് ഡിപ്പാർട്ട്മെന്റിലുള്ളത് PG. അതെന്ന് വെച്ചാല് നമ്മളെ ആനുവൽ ഇൻകം എത്ര LP ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ട് പറയാം. എനിക്കിപ്പോ ഓർമ്മയില്ലാത്തതാണ്. ഇത്ര ആനുവൽ ഇൻകത്തിന് കുറവാണെങ്കിൽ നമ്മൾ അടച്ച ഫീസ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം സെം വൈസ് അല്ല ഫീ അടക്കേണ്ടത്, ഇയർ വൈസ് ആണ്. 2 ഇയർ ആണല്ലോ. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഫീ എന്ന് പറയുന്നത് 18,000 ആണ്. അതിലെനിക്ക് ഇയർ അവസാനമാകുമ്പോൾ, അതായത് ഫസ്റ്റ് ഇയർ അവസാനിക്കുമ്പോൾ ആ പൈസ മൊത്തം എനിക്ക് തിരിച്ചു കിട്ടും. ഞാൻ ബ്ലോക്ക് പ്ലേസ്മെന്റ് പോയ ടൈമായിരുന്നു. അത് സമ്മർ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ജൂൺ. ആ ഒരു ടൈമായിരുന്നു എനിക്ക് എന്റെ 10,000 എന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നത്. അതിന് നമ്മള് ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മളെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും, 10,000. പക്ഷെ നമ്മളെ സീനിയേഴ്സിന് ഫുൾ എമൗണ്ട് തിരിച്ചു കിട്ടിയായിരുന്നു കേട്ടോ. നമ്മളെ ബാച്ച് തൊട്ടായിരുന്നു 10,000 മാത്രം തിരിച്ചു കിട്ടിയത്. ഇനി സെക്കൻഡ് ഇയറിനത് ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. അതിന്റെ ഫോം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു FSSന്റേത്. സോ അതും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഏകദേശം വെരിഫൈ ചെയ്തു. ഇനി മെയ് മാസം അല്ലെങ്കിൽ ജൂണൊക്കെ ആവുമ്പോൾ 10,000 എനിക്ക് തിരിച്ചു കിട്ടും. പിന്നെ വേറെ സ്കോളർഷിപ്സ് ഉണ്ട് കേട്ടോ. ഗ്രാൻസ് ഒക്കെ കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാൻസ് കിട്ടുന്ന കുട്ടികൾ ഉണ്ടാവല്ലോ ഈ ഡിഗ്രി ടൈം ഒക്കെ. അപ്പൊ അതൊക്കെ കിട്ടുന്നവർക്ക് PGയിൽ അപ്ലൈ ചെയ്താലും കിട്ടും. വേറെ അലുമിനി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതൊരു 10,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. അത് ആനുവൽ ഡേ സെലിബ്രേഷന്റെ ടൈം ആയിരിക്കും. ഏതെങ്കിലും 2 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. ടോട്ടൽ 100 and something സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ. സോ അതിൽ ഫോം ഫില്ല് ചെയ്തിട്ട് എല്ലാവരും ഇന്റർവ്യൂ ചെയ്യും. ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു സ്കോളർഷിപ്പ് കിട്ടൂ. വേറെ 2 സ്കോളർഷിപ്പും കൂടി ഉണ്ട്. പക്ഷെ അതൊരു കുറച്ച് വലിയ പേരാണ്. അതും കൈൻഡ് ഓഫ് ഇൻകവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ സ്കോളർഷിപ്പിന്റെ കാര്യം.
ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ബ്ലോക്ക് പ്ലേസ്മെന്റ് ചെയ്തത് ബീഹാറിലാണ്. പക്ഷെ നമുക്ക് പൈസ കിട്ടിയായിരുന്നു. ഒരു 10,000 ഇങ്ങോട്ടേക്ക് കിട്ടിയായിരുന്നു. അതായത് നമ്മള് വർക്ക് ചെയ്തതിന്റെ പൈസ നമുക്ക് കിട്ടിയായിരുന്നു ബ്ലോക്ക് പ്ലേസ്മെന്റ്. ചിലത് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ നാട്ടില് കേരളത്തിൽ വന്നിട്ടായിരുന്നു ബ്ലോക്ക് പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടായത്. അവർക്ക് അങ്ങോട്ടേക്ക് ഏജൻസിക്ക് പൈസ കൊടുക്കുമായിരുന്നു ചെയ്തത്. നമുക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം ഫ്രീ ആയിരുന്നു. ട്രാവലൊക്കെ റീഇംബേഴ്സ്മെന്റ് അവർ ചെയ്തായിരുന്നു. അതായത് വൺ സൈഡ് നമ്മളെ ട്രെയിനിന്റെ പൈസ, ടിക്കറ്റിന്റെ പൈസയൊക്കെ അവർ തന്നു. വേറെ ലോക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് റിക്ഷ എടുത്തതിന്റെ പൈസ, പിന്നെ സ്കൂളിലേക്ക് നമുക്ക് സാധനങ്ങൾ കുറച്ച് എടുത്തായിരുന്നു. സ്കൂളിലായിരുന്നല്ലോ എന്റെ വർക്ക്. സോ അതിന്റെയൊക്കെ ബില്ലും കാര്യങ്ങളും കൊടുത്ത് അതിന്റെ പൈസ തിരിച്ചു കിട്ടി. പിന്നെ എക്സ്ട്രാ 10,000 കിട്ടിയായിരുന്നു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. CSIS പോർട്ടലിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാറ്റിൽ മെൻഷൻ ചെയ്ത് ആർക്കെങ്കിലും പെട്ടെന്ന് നോട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. സെഷൻ നമുക്ക് ടൈപ്പ് ചെയ്യട്ടെ. ആ ചെയ്തോ. അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ ആർക്കും താല്പര്യം ഇല്ലേ? ചില ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടാ വോയിസ് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല. ആരും റെസ്പോണ്ട് ചെയ്യുന്നു. അത് മെസ്സേജ് ഇട്ടാലും മതി.
ആർക്കില്ലെങ്കിലും വൈൻഡപ്പ് ചെയ്തോളൂ. ആ ഓക്കെ. അർച്ചന ഈ ലാംഗ്വേജിനെ പറ്റിയിട്ടൊന്ന് പറയും. ഈ സ്ലംസിലേക്കൊക്കെ പോകുമ്പോ ഈ ഹിന്ദി അവരുടെ സ്ലാങ് ഒക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ? നമ്മള് ഇപ്പൊ ആക്സസിബിൾ ആയിട്ടുള്ള ഹിന്ദി ഇപ്പൊ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഹിന്ദി ആയിരിക്കൂലല്ലോ അവരുടെ ഒക്കെ അടുത്ത് പോകുമ്പോ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ എങ്ങനെ manage ചെയ്യുന്ന? ഡൽഹിയിൽ സാധാരണ ഹിന്ദിയാ. ഞാൻ ബീഹാർ പോയപ്പോ അവിടെ ഭോജ്പൂരി ആയിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും അല്ല, ചിലവര് ഭോജ്പൂരി. സോ അതെല്ലാം ഞാൻ മാനേജ് ചെയ്തെന്ന് വെച്ചാല് കുട്ടികളുടെ കൂടെ ആയിരുന്നല്ലോ വർക്ക് ചെയ്തത്. അപ്പൊ ഹിന്ദി അറിയുന്ന കുട്ടികളുടെ കൂടെ ഞാൻ കൂടുതൽ ചിലവരെ നമ്മൾ ട്രാൻസ്ലേറ്റർ ആക്കി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദി അവർക്ക് മനസ്സിലാവേണ്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഡൽഹിയിലത്തെ സ്ലംസിലത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൈഗ്രൻസ് ആയിരിക്കും. അവര് യുപിന്നും ബീഹാറിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും. പിന്നെ മലയാളീസ് അടക്കം ഉണ്ടായിരുന്നു സ്ലം ഏരിയാസിൽ. നമ്മള് ലോക്കൽ സാധാരണ ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പതിയെ പതിയെ സംസാരിച്ച് നമ്മൾ ഹിന്ദി ഇമ്പ്രൂവ് ആവും. ഈ സ്ലംസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് അർച്ചനക്ക് വന്ന കാര്യം എന്താന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഹനുമാൻ മസ്തൂർ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ലം ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കൂടുതൽ ഈ റാക്ക് പിക്കേഴ്സിന്റെ ഏരിയ ആയിരുന്നു. റാക്ക് പിക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ അതിന് പറയാ, കൂടാവാലാസ് ഇല്ലേ, കൂടാവാലാസ് ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവര്. സോ ആ ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പൊ അതിന്റെ നടുക്കേക്കൂടെ ഒരു വലിയൊരു കനാല് പോലെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടായിരുന്നു, വലിയൊരു കുണ്ട്. അതിലിവരില്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതിലെ വെള്ളം ഇങ്ങനെ ഒഴുകാത്ത രീതിയിലായിട്ട് കറുത്ത കളറിലായിരുന്നു. അതിന്റെ പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് പൊളിറ്റിക്കലി ഉള്ള ആൾക്കാരൊക്കെ വോട്ട് ചോദിക്കാൻ വേണ്ടി വരുമല്ലോ, ആ ടൈം മാത്രം ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. ഇതൊക്കെ നമ്മൾ ശരിയാക്കി തരും, വോട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പൊളിറ്റിക്കലി ഉള്ള ആൾക്കാരൊക്കെ വരും. പക്ഷെ ഒന്നും നടക്കൂല. അപ്പം എന്റെ വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ നീഡ് അസസ്മെന്റ് ആയിരുന്നു. സർവേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അവിടെ പോയിട്ട് നമ്മള് നീഡ് അസസ്മെന്റ് പറയുമ്പോൾ അവരുടെ നീഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ ഇന്റർവ്യൂ വഴി ചെയ്യുക. ഇപ്പം കൂടാവാലാസ് എപ്പോഴും അവരുടെ വർക്കായിരിക്കും. അതായത് കുറെ പ്ലാസ്റ്റിക്സും എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മളെ കേരളത്തിലെല്ലാം ആകുമ്പോൾ നമ്മൾ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ഹരിതകർമ്മസേനക്ക് കൊടുക്കുക. അവിടെ അങ്ങനെയല്ല, മൊത്തം ഈ വേസ്റ്റും ചില്ലും കുപ്പിച്ചില്ലും നമ്മളെ ഫുഡ് വേസ്റ്റും എല്ലാം ഒരുമിച്ചായിരിക്കും കൊടുക്കുക ഈ കൂടാവാലാസിന്. അപ്പൊ ഈ കൂടാവാലാസ് എന്ത് ചെയ്യും, അതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അവര് ഗ്ലൗസോ അങ്ങനെ ഒരു കാര്യം ഇടൂല, ഗ്ലൗസ് ഇടത്തില്ല. അപ്പൊ അവരെ കൈക്ക് കുപ്പിച്ചില് തറക്കും, ഈ തുരുമ്പിച്ച ആണി തറക്കും. അതൊക്കെ അവിടെ സ്വാഭാവികമാണ്. അവരെന്ത് ചെയ്യും, കള്ള് ഒഴിച്ച് അങ്ങനെ TT പോലും എടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഇന്റർവ്യൂവിലൂടെ മനസ്സിലായതാ. അപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോ അവിടെ നമുക്ക് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒന്നല്ല. നമ്മള് ആ കൂടാവാലാസ് അവര് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മൾ പോയി കുത്തിയിരുന്നിട്ടായിരിക്കും ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എനിക്ക് പെട്ടെന്ന് പോയപ്പോ ഇതെന്താണ് ഈ അവസ്ഥ, ഈ മനുഷ്യന്മാരെങ്ങനെയാണ് താമസിക്കുന്നേ, അങ്ങനത്തെ ഒരു ചിന്ത വരും. അതായത് കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. പിന്നെ പോയി ആവുമ്പം അതൊക്കെ ഓക്കെ ആവും. ഞാൻ അവിടെ ഒരു 6 മാസം, അതായത് വീക്കിലി 2 ദിവസം പോണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വീക്കിലി 2 ദിവസം ഒരു 6 മാസം പോയിട്ടായിരുന്നു എന്റെ നീഡ് അസസ്മെന്റ് ചെയ്തത്. ആ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ഞാൻ എന്റെ കോൺഫറൻസ് പേപ്പറും ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ഏരിയനെ നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ അവതരിപ്പിച്ചപ്പോ അവര് പറഞ്ഞത് ഇനിയും കൂടുതൽ ഇന്റർവെൻഷൻ ആ ഏരിയയിൽ വേണമെന്നാണ്. ഒരു 1000 സംതിങ് പോപ്പുലേഷൻ ഉണ്ടാവും ഏരിയയിൽ. ഒരു ഹൗസിലും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റാണ് ഉള്ളത്. പബ്ലിക് ടോയ്ലറ്റിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു കപ്പില്ല, ബക്കറ്റ് ഇല്ല, സോപ്പില്ല, ഒന്നുമില്ല. ഈ വയസ്സായിട്ടുള്ള സ്ത്രീകളൊക്കെ ഇവരെ സ്ലം ഏരിയാസ് താഴെയാണെങ്കിൽ ഈ പബ്ലിക് ടോയ്ലറ്റ് മുകളിലായിരിക്കും. അവര് മുകളില് ബക്കറ്റിൽ വെള്ളം ചുമന്നുകൊണ്ടായിരിക്കും പോവുക. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവര് നിൽക്കുക. പിന്നെ MCDs ഉണ്ടല്ലോ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി,
അതിന്റെ ആൾക്കാരായിരിക്കും വന്നിട്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അവര് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ഒന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു വാഷ്റൂമിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഈ ഫീമെയിൽസിന്റെ കാര്യം അറിയാലോ, സാനിറ്ററി നാപ്കിനും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റോ ഒന്നുമില്ല അവിടെ. ചിലവരൊക്കെ ഇങ്ങനെ അവർക്കൊരു സിവിൽ സെൻസ് ഇല്ല. ഇങ്ങനെ ടോയ്ലറ്റിന്റെ മുകൾ വശത്തൊക്കെ വെച്ചിട്ട് പോവുക, അങ്ങനെയൊക്കെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഭാഗത്തുനിന്ന്. പിന്നെ സ്ത്രീകളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ കൂടുതൽ യൂറിനറി ട്രാൻസ്ഫർ ആയിട്ടുള്ള ഡിസീസസും കാര്യങ്ങളൊക്കെ UTI ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റി. വേറെ ഞാൻ പറഞ്ഞു അതിന്റെ ഇടയിൽ ഒരു വലിയ കനാൽ ഉണ്ടായിരുന്നു. ഞാൻ സർവേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ഒരു ചെറിയൊരു കൊച്ച്, ഒരു 3-4 വയസ്സുള്ള കൊച്ച് അതിൽ വീണായിരുന്നു ആ കനാലില്. പക്ഷെങ്കിൽ ആ വീഴുമ്പോ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്ത് ഭയമൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിക്കുക. കാരണം അതാ ഒരു നോർമൽ തിങ് അവിടെ. ഇറ്റ് ഹാപ്പൻസ് എപ്പോഴും. അതൊരു കാര്യമില്ലാത്ത ഒരു, ഞാനത് കണ്ട് ആക്ച്വലി ഷോക്കായി. ഒരു നിമിഷത്തേക്ക് എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ചെറിയ കുട്ടി, അത് മൊത്തം മുങ്ങി ആ കുട്ടി. അത്രയും ഡേർട്ടി ആയിട്ടുള്ള വാട്ടറിൽ വീണിട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ചേട്ടൻ വന്ന് അതിൽ ചാടിയ കുട്ടീനെ പുറത്തെടുത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ മേത്ത് നല്ല വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തു കുട്ടീനെ. അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാല്, ആ കനാലിലേക്ക് അവര് ലാട്രിൻ യൂറിനേറ്റൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ആൾക്കാര് ആ വെള്ളത്തിൽ. അങ്ങനത്തെ ആ ഒരു ഡേർട്ടി ആയിട്ടുള്ള വെള്ളത്തിലാണ് കുട്ടി വീണത്. പെട്ടെന്ന് തന്നെ അസുഖവും കാര്യങ്ങളൊക്കെ പടരാൻ ചാൻസ് ഉണ്ട്. വേറൊരു താഴോട്ടി ഒരു കുണ്ടിലാണ് ഈ ഒരു എൻഡയർ സ്ലം. സോ മഴയൊക്കെ പെയ്യുമ്പം ആ ചാലിലത്തെ വെള്ളവും അവര് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ആ വേസ്റ്റും മൊത്തം മിക്സായി അവരെ വീട്ടിനുള്ളിലേക്കും വെള്ളം കയറി അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എല്ലാ വർഷവും അത് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലവര് വീട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോവും. പിന്നെ അവര് താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അവരെ ഓൺ ലാൻഡ് അല്ല. എപ്പോ വേണമെങ്കിലും ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയാൽ അവരെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. എടാ മെസ്സേജ് വന്നിട്ടുണ്ട്, റാഗിംഗ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അയ്യോ ഇല്ല, റാഗിംഗ് ഒന്നുമില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചോദിച്ചായിരുന്നു, നമ്മൾ ഈ ചെയ്യുന്ന റിസർച്ചും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. ചെയ്യും. നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, ആക്ച്വലി ഞാൻ MSW അല്ല, MA സോഷ്യൽ വർക്കാ. MSW എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. സെക്കൻഡ് സെമ്മിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അതായത് മെഡിക്കൽ ആൻഡ് സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ CD എന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാത്രം പഠിക്കുക, HR ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അത് മാത്രം പഠിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ആക്ച്വലി ജനറൽ ആണ് കോഴ്സ് MA സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സോ എലക്ടീവ്സ് ആണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. 3rd സെമസ്റ്റർ തൊട്ടാണ് എലക്ടീവ്സ്. ഞാൻ ചൂസ് ചെയ്തത് സൈക്കോളജി, അത് മെന്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോളജിയും, പിന്നെ ഓൾഡ് ഏജ്, ജെറണ്ടോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ചൈൽഡ് റൈറ്റ്സ്, ഓപ്പൺ എലക്ടീവ്സും ഉണ്ട് കേട്ടോ. പിന്നെ ട്രൈബൽസിന്റെ ഇതൊക്കെ ഏരിയാസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ 4th സെം എത്തുമ്പോൾ നമുക്ക് ഡെസർട്ടേഷൻ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ടീവ്സ് എടുക്കാം. അങ്ങനെയാണ്, ഓപ്ഷനിലാണ്. ഒന്നിക്കൽ നമുക്ക് ഡെസർട്ടേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ടീവ് എടുക്കാം. പക്ഷെ രണ്ടിനും സെയിം ക്രെഡിറ്റ് പോയിന്റ്സ് ആയിരിക്കും 3. പിന്നെ ഞാൻ പറഞ്ഞ കോൺഫറൻസ് പേപ്പർ ആക്ച്വലി റിസർച്ച് അല്ല, അത് വേറെയാണ്. കോൺഫറൻസ് പേപ്പർ നമുക്ക് സെക്കൻഡ് സെമ്മിൽ വരുന്നത്, അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. പ്രസന്റേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പ്രസന്റേഷൻ ടൈം നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഫാക്കൽറ്റീസ് ആയിരിക്കും കേട്ടോ ചോദിക്കുക, ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അതെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം ചെയ്യാൻ. പബ്ലിഷ് ചെയ്യാൻ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു സൂപ്പർവൈസർ ആയിരിക്കും നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ വല്ല ആർട്ടിക്കിൾസ് ഒന്നും എഴുതിയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ സൂപ്പർവൈസറോട് ചോദിച്ചാൽ അവരെ ഹെൽപ്പർ പ്രകാരം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. പല സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് റിസർച്ചിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. റാഗിംഗ് ഒന്നുമില്ല, പക്ഷെങ്കിൽ നമ്മളെ ഡിപ്പാർട്ട്മെന്റില് പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ HOD എന്ന് പറയുന്നത് BJP-യിലുള്ള ഒരാളാണ്.
ഒരു പ്രാവശ്യം ഒരു ഇവന്റ് നടന്നപ്പോ ജയ് ശ്രീറാം ഒക്കെ വിളിച്ചായിരുന്നു. പിന്നെ ഒരു സുവനീറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഒരു ഇയർ എല്ലാ ഇയറും നമ്മൾ സുവനീർ ഇറക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പോയട്രി ആണെങ്കിലും ആർട്ട് വർക്ക് ആണെങ്കിലും ഒന്നും നമുക്ക് പബ്ലിഷ് ചെയ്യാം. സോ ഞാൻ ഒരു പ്രാവശ്യം പലസ്തീനിൽ നടന്ന വാറിന്റെ ഒരു പിക്ചർ വരച്ചായിരുന്നു. അത് എന്നെ പബ്ലിഷ് ചെയ്യാൻ വിട്ടില്ല. കാരണം അത് പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അത് പബ്ലിഷ് ചെയ്യാൻ വിട്ടില്ല. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയം ഒരു കുട്ടി ചെയ്തപ്പോൾ അതും പബ്ലിഷ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ട്. HOD എന്ന് പറയുന്നത് അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പ്രൊഫസർ സഞ്ജോയ് റോയ്. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ കാണും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? 9 മണി വരെയാണ് സമയമുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇല്ല നമുക്ക് സെഷൻ ഇപ്പൊ തന്നെ വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ ആനന്ദ് ചോദിച്ചല്ലോ, ആനന്ദ് പിള്ളക്കൽ. ഓക്കെ ആയിരുന്നോ ആൻസർ? അതെ അതെ അതെ, താങ്ക് യു. അങ്ങനെയാണ് സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. കൊച്ചിന് ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ. സോ നമ്മളെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്റ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഇത് നമ്മുടെ 4ാമത്തെ പ്രോഗ്രാമാണ്. ഇനി വരുന്ന ഓരോ ആഴ്ചകളിലും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ആഴ്ചകളിലും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. സോ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്റ്റുഡൻസ് കളക്റ്റീവിന്റെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.